കൂടാതെ നമുക്കിനി വരാനുള്ള പരീക്ഷകൾ ഏതൊക്കെയാണെന്നും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മെയിനായിട്ട് 4 പരീക്ഷകളുള്ളത്. ഇത് ന്യൂവിൻ്റെ അഷുറൻസിൻ്റെ AO, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇത് IBPS ക്ലർക്ക്, ഇത് IBPS PO, ഇത് SBI PO. ഈ ന്യൂവിൻ്റെ അഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ 30-ാം തീയതി തീർന്നായിരുന്നു. അപ്പോൾ ഒക്ടോബറിൽ ഈ മാസം തന്നെ എൻ്റെ പ്രീ എക്സാം ഉണ്ടാവും, അടുത്ത മാസം മെയിൻ എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. പിന്നെ IBPS ക്ലർക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നായിരുന്നു, പക്ഷേ ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം വന്ന കാരണം അത് നിർത്തി. പക്ഷേ ഈ 7-ാം തീയതി, അതായത് ഇന്നിപ്പോൾ 6 ആയില്ലേ, നാളെ ആപ്ലിക്കേഷൻ വീണ്ടും തുടങ്ങും. 27-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് വരെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ മിക്കവാറും നവംബറിൽ ഇതിൻ്റെ പ്രീ എക്സാം ഉണ്ടാവും. പിന്നെ IBPS POയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം, അവിടെ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അതിൽ SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. 5-ാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങി. അപ്പോൾ ഒക്ടോബർ ലാസ്റ്റിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതും നവംബറിൽ തന്നെ എന്തായാലും പ്രീ എക്സാം ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ ജോലിക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ പരീക്ഷകൾക്കൊക്കെ ഒരു പ്രീ എക്സാം ഉണ്ട്. ഇത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എക്സാം എഴുതാം. പിന്നെ മെയിൻ എക്സാമിൻ്റെ കൂടെ ഡിസ്ക്രിപ്റ്റ് പേപ്പർ ഉണ്ടാവും, നമ്മുടെ SBI POനൊക്കെ ഡിസ്ക്രിപ്റ്റ് പേപ്പർ ഉള്ള പോലെ. പിന്നെ ഇത് പാസ്സായാലാണ് നമുക്ക് ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ ചിലപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും SBI POയ്ക്ക്. അപ്പോൾ ഇത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രീ എക്സാം മാത്രം കടന്നുകൊണ്ട് നമുക്ക് ജോലി കിട്ടത്തില്ല. പ്രീ എക്സാം കിടക്കണം, മെയിൻ എക്സാമും കിടക്കണം, ഇൻ്റർവ്യൂവും കിടക്കണം. ഈ മെയിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെയും സം എടുത്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ ക്ലർക്കിലാണെങ്കിൽ മെയിൻ്റെ മാർക്ക് എടുത്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മിക്കവരും ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രീക്ക് വേണ്ടി മാത്രം പഠിക്കും, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും പ്രീയുടെ റിസൾട്ട് വരാനായിട്ട്. എന്തിനാ? പ്രീ കിട്ടുവാണെങ്കിൽ മെയിൻസിന് പഠിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്രീയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 30 ദിവസം മാക്സിമം, അതിൽ കൂടുതൽ പോകത്തില്ല. അതിനുള്ളിൽ മെയിൻസ് എക്സാം നടക്കും. ഈ മെയിൻസിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കി. മാത്സ് ഉണ്ട്, അതായത് മെയിൻസ് ലെവൽ മാത്സ്, മെയിൻസ് ലെവൽ അരിത്തമെറ്റിക്, മെയിൻസ് ലെവൽ DI, പിന്നെ ഇംഗ്ലീഷ് നല്ല ലെവലുള്ള റീഡിങ് കോമ്പ്രിഹെൻഷൻ, പാരാജമ്പിൾ, അതുപോലത്തെ ചോദ്യങ്ങൾ. പിന്നെ റീസണിങ്ങിലാണെങ്കിൽ നല്ല ലെവലുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പസിൽ, പിന്നെ കോഡഡ് ഇൻഇക്വാലിറ്റി, കോഡഡ് സിലോജിസം, കോഡഡ് ബ്ലഡ് റിലേഷൻ, കോഡഡ് ഡയറക്ഷൻ. അങ്ങനെ എത്രമാത്രം കോംപ്ലക്സ് ആക്കാവോ അത്രയും കോംപ്ലക്സ് ആയിട്ടാണ് മെയിൻസിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ എഴുതിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. പിന്നെ GKയും കറണ്ട് അഫയേഴ്സും. GKക്കകത്താണെങ്കിൽ നമ്മുടെ നാഷണൽ പാർക്കുകൾ, അതുപോലെ റോഡുകൾ, ക്രിക്കറ്റ് സ്റ്റേഡിയംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ ജോഗ്രഫി പോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സിനകത്താണെങ്കിൽ നമ്മൾ ലാസ്റ്റ് 6 മന്ത് കറണ്ട് അഫെയറിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ എന്നാലും ചിലപ്പോൾ ലാസ്റ്റ് 7 മന്ത് ചോദിക്കാം, ചിലപ്പോൾ 8 മന്ത് ചോദിക്കാം, ചിലപ്പോൾ ഈ 1 ഇയറിൽ ചോദിക്കാം, ചിലപ്പോൾ GKയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ വരെ ചോദിക്കാം. പക്ഷേ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പക്ഷേ എന്നാലും ഈ ലാസ്റ്റ് 6 മന്ത് കറണ്ട് അഫയേഴ്സിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ് ഉണ്ടാവും ചില പരീക്ഷയ്ക്ക്, പിന്നെ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവും, അതുപോലെ ബാങ്കിങ് അവയർനെസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ 30 ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ പ്രീ അതുപോലെ മെയിൻ ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഞാൻ നിങ്ങളുടെ വേറെ കാര്യം പറയട്ടെ. നമ്മുടെ കഴിഞ്ഞ SBIയുടെ പരീക്ഷയില്ല, അതായത് SBI ക്ലർക്കിൻ്റെ പരീക്ഷ, അപ്പോൾ അതിൻ്റെ പ്രീയും മെയിനും കഴിഞ്ഞായിരുന്നു കേട്ടോ. പ്രീ നടന്ന് എനിക്ക് തോന്നുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ നോട്ടിഫിക്കേഷൻ വന്ന് ജൂൺ ലാസ്റ്റും ജൂലൈ സ്റ്റാർട്ടിങ്ങും ഒക്കെ ആയിട്ടാണ് പ്രീ എക്സാം നടന്നത്. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചില്ല കേട്ടോ, കോവിഡ് ആയതുകൊണ്ട്. റിസൾട്ട് എന്നാ വന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 20-ാം തീയതിയാണ് പ്രീയുടെ റിസൾട്ട് വന്നത്. അന്നാണ് മെയിൻസിൻ്റെ ഡേറ്റ് വരുന്നത്. എന്താണെന്ന് പറയുമ്പോൾ മെയിൻസ് സെപ്റ്റംബർ, ഒക്ടോബർ 2-ാം തീയതി ആയിരുന്നു മെയിൻസ്. അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കി. സെപ്റ്റംബർ 30 ദിവസം ഇല്ലുള്ളൂ. ഇപ്പോൾ 10, 12, 12ാമത്തെ ദിവസം മെയിൻസ്, അതായത് പഠിക്കാനായിട്ട് 11 ദിവസം കിട്ടിയുള്ളൂ. ഈ 11 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നല്ല, നന്നായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റിസൾട്ട് വരാനായിട്ട് നോക്കി എന്നവർക്കൊക്കെ നോക്കി ആകപ്പാടെ 11 ദിവസം കിട്ടിയുള്ളൂ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് അറിയാമോ? മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും ഓൾറെഡി ഉള്ള അറിവ് വെച്ച് എഴുതാമെന്നുള്ള സ്കീമിലിരുന്നു. പിന്നെ ഈ 11 ദിവസം കൊണ്ട് അവർ GKയും കറണ്ട് അഫയേഴ്സും പഠിച്ചു. ഈ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് 11 ദിവസം കൊണ്ട് പഠിക്കണം. നേരത്തെ പഠിച്ചു തുടങ്ങിയായിരുന്നെങ്കിൽ ഇതൊക്കെ സുഖമായിട്ട് പഠിച്ചു തീർക്കാമായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മണ്ടത്തരം നിങ്ങൾക്ക് പറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴേ മെയിൻസ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ പഠിക്കേണ്ടതൊക്കെ. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയിടണം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് മാത്സ് പഠിക്കാനുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്, റീസണിങ് പഠിക്കാനുണ്ട്, GK പഠിക്കാനുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മാത്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഒരു 20 വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തറവാക്കണം. പിന്നെ ഒരു 40 വരെയുള്ള സ്ക്വയറും ഒരു 20 വരെയുള്ള ക്യൂബും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. പിന്നെ സ്പീഡ് മാത്സ് ടെക്നിക്കുകൾ നിങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് മെറിറ്റ് ഷൈൻ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്. മെറിറ്റ് ഷൈൻ,
SHIN ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ആപ്പുണ്ട്, മാത്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും സ്ക്വയറും ക്യൂബും പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ +1 +2 പഠിച്ച പ്രോബിലിറ്റി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഈ സാധനം നിങ്ങൾ പഠിക്കണം. +1 +2 ബുക്ക് എടുത്ത് പഠിച്ചാൽ മതി. പിന്നെ ഇംഗ്ലീഷ് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഗ്രാമറിൻ്റെ ബുക്ക് മേടിച്ചിട്ട് അത് കുറച്ചായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിനായിട്ട് ഫ്രം പ്ലിന്ത് ടു പാരമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, നീതു സിംഗിൻ്റെ. അതിന് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ മേടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ടെലഗ്രാമിലൊന്നും തപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ PDF നമുക്ക് കിട്ടും. പിന്നെ വൊക്കാബുലറി പഠിക്കണം, കുറേ വാക്കുകൾ. പിന്നെ ഇഡിയംസ് പഠിക്കണം, ഫ്രേസുകൾ പഠിക്കണം. പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ, അതായത് ഈ പാസേജ് വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു പേപ്പർ എടുക്കുക. ഹിന്ദു പേപ്പർ വായിക്കുന്നതാണ് നല്ലത്. ഹിന്ദു പേപ്പറിനകത്താണെങ്കിൽ കണ്ടമാനം വാക്കുകളുണ്ട്, കുറേ ഫ്രേസുകൾ കിട്ടും. പിന്നെ നമ്മുടെ ഈ ഗ്രാമറിൻ്റെ ബുക്കുണ്ടല്ലോ, അതിനകത്തുനിന്നും ഈ പറഞ്ഞ സാധനമൊക്കെ കിട്ടും. അപ്പോൾ പേപ്പർ വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മൾ സഹായിക്കും. മെയിൻസിന് ഒരു പകുതി ചോദ്യങ്ങളും റീഡിങ് കോംപ്രിഹെൻഷനിൽ നിന്നായിരിക്കും. അത് നമ്മുടെ പ്രീക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ഒരു 8 ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക, ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ റീസണിങ്ങിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കോമൺ സെൻസും നമ്മുടെ ഒരു ചിന്തിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. അത് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. എന്നാലും നമ്മുടെ ഡയറക്ഷൻ സെൻസ് പക്കയായിരിക്കണം. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, പിന്നെ ലെഫ്റ്റ്, റൈറ്റ്, ഇതൊന്നും ഒരിക്കലും തെറ്റിപ്പോകരുത്. പിന്നെ ആൽഫബറ്റ്സിൻ്റെ ഓർഡർ പഠിക്കണം. അതായത് നമ്മുടെ ABCD ഉണ്ടല്ലോ, ഇത് ഫസ്റ്റ് ലെറ്റർ A, രണ്ടാമത്തത് B, മൂന്നാമത്തെ C, അങ്ങനത്തെ നമ്പർ പഠിക്കണം. പിന്നെ ഇതിൻ്റെ റിവേഴ്സും പഠിക്കണം. ഇപ്പോൾ റിവേഴ്സ് എഴുതി കഴിഞ്ഞാൽ ആദ്യം Z വരും, പിന്നെ Y വരും, പിന്നെ X വരും. അപ്പോൾ Aയുടെ അവിടെ ഇപ്പോൾ റിവേഴ്സ് എഴുതി കഴിഞ്ഞാൽ Aക്ക് വരെ Z എഴുതാം, Bക്ക് വരെ Y എഴുതാം, Cക്ക് വരെ X എഴുതാം. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത ബ്ലഡ് റിലേഷൻ, അതായത് നമ്മുടെ റിലേഷനുള്ള ആൾക്കാരെ എന്താ വിളിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അച്ഛൻ്റെ സഹോദരൻ അങ്കിൾ എന്ന് വിളിക്കും, അച്ഛൻ്റെ സഹോദരി നമ്മൾ ആൻറ്റി എന്ന് വിളിക്കും. നമ്മുടെ സഹോദരൻ്റെ കൊച്ചിനെ ഇപ്പോൾ ആൺകൊച്ചാണെങ്കിൽ നമ്മൾ നെഫി എന്ന് വിളിക്കും, പെങ്കൊച്ചാണെങ്കിൽ നീസ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലോജിക്കൽ റീസണിങ്, അതായത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ, കോസ് എഫക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മെയിൻസിന് ആണ് ഈ ലോജിക്കൽ റീസണിങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും വരാറ്. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇതിന് നമ്മുടെ അഡ്ഡ 247 ഒരു ബുക്കുണ്ട്, ക്രാക്ക് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, ഇവരുടെ സൈറ്റിൽ പോയി മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് ടെലഗ്രാമിലൊന്ന് തപ്പിക്കഴിഞ്ഞാൽ എൻ്റെ PDF നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ ബുക്ക് മേടിക്കാനേ പറയത്തുള്ളൂ. ഇനി GKക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു PSCയുടെയോ അല്ലെങ്കിൽ SSCയുടെ ഒക്കെ നല്ലൊരു ബുക്ക് മേടിക്കുക. അതിനകത്ത് സ്ട്രാറ്റജിക്കൊക്കെ പഠിക്കുക. അതായത് ഇന്ത്യയിലുള്ള നദികൾ, നമ്മുടെ റോഡുകൾ, തുരങ്കങ്ങൾ, പിന്നെ നാഷണൽ പാർക്കുകൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇവരുടെ തന്നെ ആപ്പുണ്ട്, കരിയർ ക്ലൗഡ് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ സൈറ്റിൽ പോയാൽ നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടും. പിന്നെ ഇവരുടെ ആപ്പിനകത്ത് കയറിയാൽ നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടും. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഏറ്റവും നല്ലത് ഡെയിലി പഠിച്ചു പോകുന്നുള്ളതാണ്. അത് ഡെയിലി ഇവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ കയറുക, ആ ദിവസം കറണ്ട് അഫയേഴ്സ് വായിക്കുക. പ്രധാനപ്പെട്ടത് അത്യാവശ്യം പരീക്ഷയ്ക്ക് വരുമെന്ന് നമുക്ക് തോന്നുന്ന ടൈപ്പുള്ളത് നമ്മൾ എഴുതി വയ്ക്കുക, ഡെയിലി എഴുതി വയ്ക്കുക. അത് അന്ന് തന്നെ പഠിക്കുക. ഓരോ ആഴ്ച റിവൈസ് ചെയ്യുക, ഓരോ മാസം റിവൈസ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക, പെട്ടെന്ന് ഇപ്പോൾ മെയിൻസിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ 6 മാസം കറണ്ട് അഫയേഴ്സ് നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല. 6 മാസത്തെ കൂടിപ്പോയി ഒരു 3-4 മാസം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഇത്രയും ലോഡ് നമുക്ക് വരത്തില്ല. മനസ്സിലായോ? പിന്നെ കുറച്ച് മോട്ടോർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് കുറച്ചുകൂടെ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക. അപ്പോൾ അഫയേഴ്സ് ക്ലൗഡ് ഉണ്ട്. പിന്നെ സ്റ്റഡി IQ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്, ഇവരുടെ തന്നെ ആപ്പും ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും യൂസ് ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡ് ആയിരിക്കും. അഫയേഴ്സ് ക്ലൗഡ് ആണെങ്കിൽ ഡെയിലി ഒരു 20 അടുത്ത് പ്രധാനപ്പെട്ട ന്യൂസ് അതിനകത്ത് ഉണ്ടാവും. ഇവർ കംപ്ലീറ്റ്ലി ന്യൂസ് പേപ്പർ ബേസ്ഡ് ന്യൂസാണ് വരുന്നത്. കുഴപ്പമില്ല, ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഇനിയിപ്പോൾ ഡെയിലി പഠിക്കാൻ പറ്റിയില്ല, മെയ്റ്റ്സിന് കുറച്ച് ദിവസമേ ഉള്ളൂ, 6 മാസം കറണ്ട് അഫെയർ പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഡെയിലി കറണ്ട് അഫെയർ നോക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ന്യൂസ് പോലും നമ്മുടെ ഇത് മിസ്സാവരുത്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ കറക്കി കുത്തണമെന്ന് വിചാരിക്കുക. ആ ക്വസ്റ്റ്യൻ നേരത്തെ ഒരു തവണ കണ്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കറക്കി കുത്താനെങ്കിലും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കുത്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളത് നെഗറ്റീവ് അടിച്ച് വെറുതെ പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ മെയിൻസിന് കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പോഴും ഡെയിലി കറണ്ട് അഫെയർ തന്നെ എടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് 6 മന്ത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ലാസ്റ്റ് 4 മന്ത് പഠിച്ചാലും മതി. നമുക്ക് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ ഒരു 10, 15, 20 അടുത്ത് ക്വസ്റ്റ്യനോളം നമുക്ക് 4 മാസത്തിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഓഫീസ് കോഡിൻ്റെ ആപ്പ് എടുക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് എടുക്കുക, ഓരോ ദിവസവും കറണ്ട് അഫെയർ എടുക്കുക. ആദ്യം പറഞ്ഞ പോലെ ബുക്കിലേക്ക് എഴുതി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന കാര്യം ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് റീഡിങ് കോമ്പ്രിഹെൻഷൻ, ഇംഗ്ലീഷിന് ഒരുമാതിരിപ്പെട്ട ഒരു പകുതി കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടും.
പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും അവിടെ ഒരു എറർ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഈ പ്രീയിൽ വരുന്ന എറർ ഡിറ്റക്ഷൻ, അതുപോലെ സെൻറ്റൻസ് റീപ്ലേസ്മെൻറ്റ്, വേർഡ് റീപ്ലേസ്മെൻറ്റ്, ഫ്രേസ് റീപ്ലേസ്മെൻറ്റ്, അതൊക്കെ നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലുള്ളൊരു പേപ്പർ നമ്മൾ വായിക്കണം. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ചോദിക്കും, അത് നമുക്ക് അറിയാതിരിക്കണം. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ കൂട്ടണം. അതായത് ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ ഇപ്പോൾ കേരളത്തിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചിലവർ നമ്മുടെ ചോദിക്കും ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ. അപ്പോൾ നമുക്ക് മലയാളം വേണമെന്ന് പറയും, ഒരു കുഴപ്പമില്ല. പക്ഷേ പുറത്തായ ഇൻ്റർവ്യൂക്ക് നമുക്ക് ഇംഗ്ലീഷ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെത്താനെ നിങ്ങൾ പിന്നെ പറയാൻ ശ്രമിക്കുക. പിന്നെ ക്യാംലി എന്ന് പറഞ്ഞ ആപ്പുണ്ട്, CAMBLY. ഇത് പെയ്ഡാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തുള്ള ആൾക്കാർ, ഇപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. പിന്നെ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് സിനിമകളോ സീരീസൊക്കെ കാണുന്നതൊക്കെ നല്ലതാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഗ്രൗണ്ട് വർക്കിൽ വരുന്നത്. കറണ്ട് അഫയേഴ്സിനെ ആരും ശ്രദ്ധിക്കുക. ഇനി ഗ്രൗണ്ട് വർക്ക്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങണം. ടോപ്പിക്ക് പഠിക്കാനായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളെപ്പോഴും യൂട്യൂബിൽ കയറുക. നിങ്ങളിപ്പോൾ നമുക്കറിയാം മാത്സും റീസണിംഗ് കൊണ്ട് ഇംഗ്ലീഷുണ്ട്, GK ഉണ്ട്. മാത്സിനകത്ത് കുറേ ടോപ്പിക്കുകളുണ്ട്. ഇതെല്ലാം ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. റീസണിങ്ങിൽ ടോപ്പിക്കിൽ എഴുതി വയ്ക്കുക, ഇംഗ്ലീഷ് ടോപ്പിക്കിൽ എഴുതി വയ്ക്കുക. GK നിങ്ങൾ ബുക്കിൽ നിന്നും ആപ്പുകളിൽ നിന്നൊക്കെ ആയിട്ട് പഠിച്ചാൽ മതി. ഇപ്പോൾ ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാത്സും റീസണിങ് ഇംഗ്ലീഷും പഠിക്കുമ്പോൾ യൂട്യൂബിൽ കയറുക, മാത്സിൻ്റെ ഒരു ടോപ്പിക്ക് അടിക്കുക. ഇപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ കുറേ ചാനലുകൾ, കുറേ ടീച്ചേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം ഇരുന്ന് കാണുക. നിങ്ങൾ ഒരിക്കലും ഒരേ ഒരു ടീച്ചറിനെയോ അല്ലെങ്കിൽ ഒരേ ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്ത് പഠിക്കാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇത് മിസ്സാവരുത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു ടീച്ചറിനെ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീച്ചർ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ഈ ടീച്ചർ അറിയാവുന്ന കൺസെപ്റ്റുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഒരുപാട് ടീച്ചേഴ്സിന് ഒരുപാട് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൺസെപ്റ്റ് എല്ലാം നമുക്ക് കിട്ടും, ഒന്നും നമ്മുടെ മിസ്സാവത്തില്ല. പിന്നെ ചുമ്മാ ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, അത് നമ്മൾ ബുക്കിലേക്ക് എഴുതി വെക്കണം, നമ്മൾ ഇടയ്ക്കിടെ എടുത്ത് നോക്കണം. പിന്നെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവർ അവിടെ നിന്ന് തരും. പിന്നെ നമ്മൾ വേറെ ആപ്പുകളും ബുക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കും. പിന്നെ മാത്സിനും റീസണിങ്ങിനും വേണ്ടിയിട്ട് ബുക്ക് മേടിക്കാൻ ഞാൻ പറയത്തില്ല. കാരണം ബുക്കിനകത്തുള്ള സൊല്യൂഷൻസൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു ക്ലാസ് കേട്ട് പഠിക്കുമ്പോൾ, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കണ്ടമാനം ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ബാങ്ക് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ചെയ്യാനുള്ള ടെക്നിക്കുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പഠിക്കണം. പിന്നെ ബുക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ബുക്ക് ഉപയോഗിക്കുക. സൊല്യൂഷൻ അത് നോക്കാതിരിക്കുക. സൊല്യൂഷൻ നിങ്ങളുടെ തന്നെ സൊല്യൂഷൻ ഇട്ട് നിങ്ങളത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബുക്കെന്ന് പറയാനായിട്ട് RS അഗർവാളിൻ്റെ മാത്സിൻ്റെ ബുക്കുണ്ട്. പിന്നെ അഡ 247 ബുക്കുകളുണ്ട് കുറേ. പിന്നെ ക്വസ്റ്റ്യൻസിനാണെങ്കിൽ ആപ്പുകളുണ്ട്. നമുക്ക് അഡ 247 എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. പിന്നെ ഗ്രേഡപ്പിൻ്റെ ആപ്പുണ്ട്. ഗ്രേഡപ്പ് ഇപ്പോൾ ബൈജൂസ് മേടിച്ചിട്ട് ബൈജൂസ് പ്രിപ്പറേഷൻ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അൺലിമിറ്റഡ് കിട്ടും. കണ്ടമാനം ചോദ്യം കിട്ടും, 5 പൈസ കൊടുക്കേണ്ട. അതുപോലെ തന്നെ റീസണിങ്ങും പഠിക്കുമ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഈ ആപ്പുകളിൽ നിന്ന് എടുത്ത് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് നിങ്ങൾ ഗ്രാമർ ബുക്കിൽ നിന്ന് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും ഈ ആപ്പുകളിലുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്കുകൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ നിന്ന് നമുക്ക് ഗ്രാമറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അതിനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാമെന്നൊക്കെ ഒരു ടീച്ചർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യുക. പിന്നെ യൂട്യൂബ് മാത്രമല്ല കേട്ടോ, അൺഅക്കാഡമിയിലുണ്ട് കണ്ടമാനം ടീച്ചേഴ്സ്, കുറേ ഫ്രീ ക്ലാസ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കാണുക. നമുക്ക് ആവശ്യം പോലെ റിസോഴ്സ് ഉണ്ട്, അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ടോപ്പിക്ക് പഠിക്കുന്നതിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ടോപ്പിക്ക് നിങ്ങൾ എപ്പോഴാണോ എല്ലാ ടോപ്പിക്കും ഒരു റൗണ്ട് പഠിച്ചു തരുന്നത്, അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കിട്ടുന്ന പോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞ ആപ്പുകളിലൊക്കെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റിനുള്ള വേറൊരു കിടില ആപ്പുണ്ട്, ഒലിവ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഒലിവ് ബോർഡ്, ഇതിനകത്ത് മോക്ക് ടെസ്റ്റ് എല്ലാ എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ബാക്കി നമ്മൾ പർച്ചേസ് ചെയ്യണം. പക്ഷേ ഈ ആപ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഇച്ചിരി കൂടുതലായിരിക്കും, പക്ഷേ കറക്റ്റ് പാറ്റേൺ ആയിരിക്കും, പക്കാ സാധനമായിരിക്കും ഒലിവ് ബോർഡിൻ്റെ മോക്ക് ടെസ്റ്റുകൾ. പിന്നെ ഈ അഡ 247 നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഗ്രേഡപ്പിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് മേടിക്കുക. ഓക്കെ, പിന്നെ അഡ 247 ആപ്പിലും ഗ്രേഡപ്പിൻ്റെ ആപ്പിലും ടെക്സ്റ്റ് ബുക്കിൻ്റെ ആപ്പിലും ഒക്കെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. നിങ്ങളുള്ള പൈസ അനുസരിച്ച് നിങ്ങൾ മേടിക്കുക. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് എല്ലാ ദിവസവും ഒരു പ്രീ ലെവൽ മോക്ക് ചെയ്യുക, 2 ദിവസം കൂടുമ്പോൾ മെയിൻസ് ലെവൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. നമ്മൾ എക്സാമിന് പോയി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറേ മിസ്റ്റേക്ക് പറ്റും. ഈ മിസ്റ്റേക്കെല്ലാം നേരത്തെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഈ മിസ്റ്റേക്കുകൾ കണ്ട് മനസ്സിലാക്കി അത് തിരുത്തി എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോയി ഇരിക്കാനായിട്ട്. മനസ്സിലായോ? എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ
ഈ പറ്റിയ മിസ്റ്റേക്കുകൾ നമ്മൾ ആവർത്തിക്കരുത്. അപ്പോൾ നമ്മൾ എക്സാം ഹോളിൽ പോയി നമ്മുടെ ശരിക്കുള്ള എക്സാം എഴുതുന്നതിന് മുമ്പ് ഇതേ എക്സാം ഒരു 10 രൂപ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇനി നിങ്ങൾ എല്ലാം നോക്കിയും കണ്ടും ഡേറ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.